അധരം തുറന്ന് ശബ്ദമുയർത്തി ഹൃദയം തുറന്ന് ആഗ്രഹത്തോടെ ആത്മാവിന്റെ എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പ്രത്യേക ദൈവമേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പ്രത്യേക ദൈവമേ, ഹാം ഹോളി ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ.
ശാല ഹല 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 ദൈവമേ അങ്ങ് എന്നിൽ വാഴുന്നു. ശാല ഹല 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 ഹല. നമ്മിൽ വാഴുന്നു. Come Holy Spirit, come Holy Spirit. Shara hara 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 hara. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 15 നമ്മൾ സാധാരണ ഞായറാഴ്ച ഈ ശുശ്രൂഷ ഇല്ലാത്തതാണ്. പക്ഷേ ഇന്ന് നമ്മളിങ്ങനെ ചെയ്യുന്നത് നാളെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്നിവിടെ ധ്യാനം ഇത് അയർലൻഡിലെ ഡബ്ലിനിൽ നിന്നാണ്. ഡബ്ലിനിൽ ഉള്ള കാർമലൈറ്റ് മൊണാസ്ട്രിയിൽ ആണിപ്പോൾ നമ്മൾ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ്. ഇവിടെ വെളുപ്പിന് 5 മണി കഴിഞ്ഞിട്ടുള്ളൂ. ഒരു സാഹസമാണ് നമ്മൾ ചെയ്യണത്. ഇന്ന് വൈകുന്നേരത്ത് ശുശ്രൂഷ കഴിയുമ്പോൾ ഇവിടെ നിന്ന് നമ്മളെല്ലാം പാക്ക് ചെയ്ത് പോകും. നമ്മൾ വേറൊരു മൊണാസ്ട്രിയിലേക്കാണ് പോകുന്നത്. അവിടെ അതൊരു വലിയ കൊവേന്തയാണ്. അവിടെ നിന്ന് രാത്രി 8 മണിയാവും അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ
ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്നോ അവിടെ നിന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നോ അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടേ മനസ്സിലാവുള്ളൂ. പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ അത് നാളെ നിങ്ങൾ വെളുപ്പിന് എണീക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ സെറ്റപ്പ് ചെയ്തിട്ട് പാതിരാത്രി ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ ഇടാം. അങ്ങനെ എന്ത് സാഹചര്യത്തിലും എത്ര പ്രതികൂല സാഹചര്യത്തിലും ഈ പ്രവചനവും കാറ്റക്കിസവും കറ്റേനാവറയും കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും വിചാരം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ അതിരാവിലെയൊക്കെ എണീറ്റു പ്രാർത്ഥിക്കാനൊക്കെ എണീറ്റെങ്കിലും പല തിക്കുമുട്ടുകളുടെ നടുവിലാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ശല ഹലബല 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 ശലബല ഹലബല ഹലബല ഹലബല. ഇപ്പോൾ ലൈവ് സ്ട്രീം നടന്നുകൊണ്ടിരിക്കുന്നത് ഫോണിലൂടെയാണ്. പക്ഷേ കുഴപ്പമുണ്ടാവില്ല. എന്നാൽ ഇതിൻ്റെ കുറച്ചും കൂടി നല്ല വെർഷൻ ആയിട്ടുള്ളത് റെക്കോർഡഡ് വെർഷൻ ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതാണ് ഫോളോ ചെയ്യേണ്ടത്. പിന്നീട് അത് പ്ലേലിസ്റ്റ് ഉണ്ടാവും റെക്കോർഡഡ് വെർഷൻ്റെ. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ധ്യാനങ്ങളും റെക്കോർഡഡ് വെർഷനിലാണ് പോയി നിങ്ങൾ കാണണം. പിന്നീട് ഇംഗ്ലീഷ് ആണെങ്കിലും അത് വലിയ അഭിഷേകമുള്ളൊരു ശുശ്രൂഷയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കേൾക്കണം, നല്ലതാണ്. വരുവിൻ, നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ സാധാരണ തുടങ്ങാറുള്ള പോലെ തന്നെ നമ്മൾ ആദ്യം പറയുന്ന വചനം 2565 CCC 2565 പറയുന്നത് ഈ ദിവ്യരഹസ്യമാണ്. പരിശുദ്ധ രാജകീയ ത്രിത്വം, സമ്പൂർണ്ണ പരിശുദ്ധ രാജകീയ ത്രിത്വം മനുഷ്യൻ്റെ ചേതനയിൽ പൂർണ്ണമായിട്ട് ഉണ്ട്. മനുഷ്യൻ്റെ ചേതനയിൽ. അതാണ് ദൈവരാജ്യത്തിലെ കൃപാവരം. അതാണ് ദൈവരാജ്യത്തിലെ കൃപാവരം. വരുവിൻ, നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. പരിശുദ്ധാത്മാവേ, നമുക്കെല്ലാവർക്കും ഒന്നുകൂടി സ്തുതിച്ച് ആത്മാവിൻ്റെ കുറച്ചും കൂടി അഭിഷേകത്തിനായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നലത്തെ നമ്മുടെ പ്രവചനം വളരെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ പ്രവചനം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇന്നലെ നടന്നു. ഇന്നലത്തെ ക്ലാസ്സും എല്ലാം അഭിഷേകത്തിൽ നന്നായി നടന്നു. അത് നിങ്ങളത് കാണുകയാണെങ്കിൽ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ പ്രവചനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണമെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും അടിവരയിട്ടുകൊണ്ടിരിക്കുകയാണ്. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെപ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഈ ആശയാണ് പിന്നീട് പ്രവചനമായിട്ട്
ജോയേൽ പ്രവാചകനിലൂടെ വന്നത്, അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരിലും വർഷിക്കപ്പെടും. ഒരിക്കൽ കൂടി നമുക്കത് വിശ്വസിക്കാം. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവ് എല്ലാ മനുഷ്യരിലും നിറയും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണേ. ശലബല ഹലബല ഹലബല ഫിൽമി 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 ഫിൽമി. എന്നിലുള്ള അഭിഷേകം തുറക്കണമേ, എന്നിലുള്ള വരദാനങ്ങൾ തുറക്കണമേ. നമുക്കെല്ലാവർക്കും ഒന്നുകൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി പ്രവചനത്തിന് വേണ്ടി ദാഹമുണ്ടോ? എത്ര പേര് പ്രവചനത്തിനായി ദാഹിക്കുന്നു? പ്രവചനം ആഗ്രഹിക്കുന്നുണ്ടോ? Waymaker, miracle worker, waymaker, miracle worker, promise keeper, light in the darkness. My Lord, that is who you are. Waymaker, miracle worker, promise keeper, light in the darkness. My Lord, that is who you are. Waymaker, miracle worker, waymaker, miracle worker, promise keeper, light in the darkness. That is who you are. Praise the Lord. Hallelujah, 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 hallelujah. Shalabala, halabala, halabala, halabala. Let the anointing of the Lord come down. Let the anointing of the Lord come down. എല്ലാവരും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേകത്തിനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹലബല 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 ശാലബല ഹലബല. ഓ പരിശുദ്ധാത്മാവേ, ശാലബല ഹലബല 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 ഹലബല. Is everything okay? എനിക്ക് എന്തോ ഒരു കുഴപ്പമാണ്. Waymaker, miracle worker, waymaker, miracle worker, promise keeper, light in the darkness. Sharakira makara, my beloved. എൻ്റെ വാത്സല്യവാചനങ്ങളെ, ഞാനാകുന്നു നിങ്ങളെ നയിക്കുന്നവൻ, ഞാനാകുന്നു നിങ്ങളുടെ മുൻപേ പോകുന്നവൻ, ഞാനാകുന്നു നിങ്ങളിൽ ജ്ഞാനം പകരുന്നവൻ, ഞാനാകുന്നു നിങ്ങളിൽ ജീവൻ പകരുന്നവൻ. എൻ്റെ നയിക്കലിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഞാൻ നിങ്ങളെ നയിക്കും. ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അതിശക്തമായ അഭിഷേകത്തിലൂടെ നിങ്ങളെ ഞാൻ നയിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളെ നയിക്കുന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവജനം, ദൈവമക്കൾ. ആത്മാവിനാൽ നയിക്കപ്പെടാൻ വേണ്ടി നിങ്ങളെ ഞാൻ ജ്വലിപ്പിക്കുന്നു.
എൻ്റെ ആത്മാവിനാലും എൻ്റെ ജ്ഞാനത്തിനാലും നിങ്ങളെ ഞാൻ നയിക്കും. അതോടൊപ്പം എൻ്റെ പ്രവചനമാണ്. എൻ്റെ പ്രവചനത്താൽ ഞാൻ നിങ്ങളെ നയിക്കും. ഞാൻ നല്ല ഇടയനാകുന്നു. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുവിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, എൻ്റെ ആടുകൾ പ്രവചനം ശ്രദ്ധിക്കുവിൻ, പ്രവചനമനുസരിച്ച് മുന്നേറുവിൻ. ഞാൻ അങ്ങനെയല്ലേ ചെയ്തത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ, പരസ്യ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും പ്രവചനം പൂർത്തിയാക്കുകയായിരുന്നു. പഴയ നിയമത്തിലെ ഓരോ പ്രവചനങ്ങളെയും ഞാൻ പൂർത്തിയാക്കിയില്ലേ. എന്നെപ്പറ്റി സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും മോശയുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നതെല്ലാം ഞാൻ പൂർത്തിയാക്കിയില്ലേ. അതാണ് ക്രിസ്തീയ ജീവിതം. പ്രവചനങ്ങൾ പൂർത്തിയാക്കി മുന്നേറുക. എന്നെക്കുറിച്ചുള്ള പ്രവചനം നിങ്ങളെക്കുറിച്ചുമുള്ള പ്രവചനം തന്നെയാണ്. യെശയ്യായിൽ പ്രവചിച്ചു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാനും ബന്ധിതർക്ക് മോചനം നൽകാനും അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവചനം എന്നെക്കുറിച്ചല്ലേ. അത് ഞാൻ പൂർത്തിയാക്കിയില്ലേ. എന്നാൽ അത് ഞാൻ പൂർത്തിയാക്കുമ്പോൾ എൻ്റെ മേലുള്ള ആത്മാവ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും മേലാകുന്നു. ഞാൻ പൂർത്തിയാക്കിയ പ്രവചനങ്ങൾ നിങ്ങളിലും പൂർത്തിയാകും. അതുകൊണ്ട് പ്രവചിക്കുവിൻ, ഇനിയും പ്രവചിക്കുവിൻ, ഓരോ ദിവസവും പ്രവചിക്കുവിൻ. ഓരോ ദിവസവും സഭയിൽ എന്ത് ചെയ്യണമെന്നത് ഞാൻ എൻ്റെ പ്രവാചകരിലൂടെ നയിക്കും. എൻ്റെ പ്രവാചകരിലൂടെ ഞാൻ നയിക്കുന്ന പോലെ സംഭവിക്കും. അതിനാൽ വളരെ ശക്തമായ അഭിഷേകത്തിനായിട്ട് ഞാൻ നിങ്ങളെ ഒരുക്കുന്നു. പ്രവചനത്തിലൂടെ വലിയ കാര്യങ്ങൾ ഞാൻ നടത്തും. എൻ്റെ ജനമേ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. ഞാനാണ് സഭയെ പടുത്തുയർത്തുന്നത്. ഞാൻ പറയാകുന്ന ഈ സഭയെ, ഈ പാറയിൽ ഞാൻ എൻ്റെ പള്ളി പണിയും, ഈ പാറയിൽ ഞാൻ എൻ്റെ പള്ളി പണിയും എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ആ പാറ, ഞാൻ തന്നെയാണത് പണിയുന്നത്. ഞാൻ നിങ്ങൾ ഓരോരുത്തരിലും എൻ്റെ അഭിഷേകം നൽകിക്കൊണ്ട്, എൻ്റെ ജ്ഞാനം നൽകിക്കൊണ്ട്, എൻ്റെ പ്രവചനം നൽകിക്കൊണ്ട്, എൻ്റെ ചിന്തകൾ നൽകിക്കൊണ്ട്, എൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞാൻ പണിതുയർത്തും. നിങ്ങളിലൂടെ ഞാൻ പണിതുയർത്തും. എൻ്റെ അത്ഭുത ശക്തിയുടെ പ്രവാഹം ഞാനിതാ ഇന്ന് നിങ്ങളിൽ തുടിപ്പിക്കുന്നു. എൻ്റെ അത്ഭുത ശക്തി നിങ്ങളിലേക്ക് ഒഴുക്കുന്നു. എൻ്റെ ത്രിവിധ അഭിഷേകം ഒഴുക്കുന്നു. എൻ്റെ ത്രിവിധ അഭിഷേകത്തിലൂടെയാണ് ഞാൻ പള്ളി പണിയുന്നത്. എൻ്റെ ത്രിവിധ അഭിഷേകത്തെ നിങ്ങൾ ഓരോരുത്തരിലും ഞാൻ ഒഴുക്കുന്നു. ഇതിനെതിരെ വരുന്ന സകലത്തിനെയും തൂത്തെറിയും ഞാൻ. എൻ്റെ അഭിഷേകത്തിന് തടസ്സം നിൽക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? വെള്ളച്ചാട്ടത്തിന് തടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? എൻ്റെ അഭിഷേകം വെള്ളച്ചാട്ടം പോലെ ഞാനിതാ തുറന്നിരിക്കുന്നു. ഇതിനെതിരെ വരുന്ന സകലത്തിനെയും ഞാൻ ശുദ്ധീകരിക്കുകയും നിഹനിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും തൂത്തെറിയുകയും ചെയ്യുന്നു. ശുശ്രൂഷ മേഖലകളിൽ നിങ്ങൾക്കെതിരെ വരുന്ന സകലത്തെയും ഞാനിതാ വിശുദ്ധീകരിക്കും. സകല ശുശ്രൂഷകരെയും ഞാൻ വിശുദ്ധീകരിക്കും. ദൈവജ്ഞാനത്തിനും ദൈവ പദ്ധതികളും മനസ്സിലാക്കാതെ സ്വന്തം ഇഷ്ടം നോക്കുന്ന ശുശ്രൂഷകരെ ഞാൻ മാനസാന്തരപ്പെടുത്തും. ഞാൻ അവരുടെ അഹങ്കാരത്തെ മാറ്റി അവരെ എളിമപ്പെടുത്തും. അവരെല്ലാവരും നിങ്ങളോട് സഹകരിക്കുന്നവരാക്കും. നിനക്കെതിരെ വരുന്ന സകലരെയും
ഞാൻ മാറ്റും. ഞാൻ അവരെ മാനസാന്തരപ്പെടുത്തും. ഞാൻ അവരെ രൂപാന്തരീകരിക്കും. അവരെല്ലാവരും നിനക്ക് അനുകൂലമാകും. നിന്നിലൂടെ, നിങ്ങളിലൂടെ ഞാനിതാ വലിയ ശുശ്രൂഷ തുറക്കുന്നു. നിന്നിലൂടെ വലിയ ശുശ്രൂഷ ലോകം മുഴുവനിലേക്കും തുറക്കുന്നു. എല്ലാവരിലും എൻ്റെ വരദാനങ്ങൾ പ്രവർത്തിക്കുന്ന ശുശ്രൂഷ, എൻ്റെ വരദാനങ്ങളുടെ അഗ്രാഹ്യമായ പ്രവർത്തനത്തെ എല്ലാവരും മനസ്സിലാക്കണം. സൈക്കോളജിയും ഫിലോസഫിയിലും കൂടെ മാത്രമല്ല ഞാൻ പണിതുയർത്തുന്നത്, എൻ്റെ ഉയർത്തെഴുന്നേറ്റാത്മാവിൻ്റെ ശക്തിയിലൂടെയാണ് ഞാൻ പണിതുയർത്തുന്നത്. ഞാനാണ് ഉത്ഥാനം, ഞാനാകുന്നു പുനരുത്ഥാനം, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ ആകുന്ന വഴിയും സത്യവും ജീവനും. എല്ലാവരിലേക്കും കടന്നു ചെന്ന് അവരെ എൻ്റെ വഴിയാക്കി മാറ്റും. ഞാനാകുന്ന വഴിയാക്കി മാറ്റും. Praise the Lord. Hallelujah. 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 ഹലബല 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 ഹലബല. നമുക്കെല്ലാവർക്കും സ്തുതിച്ച് ഈ പ്രവചനത്തെ സ്വീകരിക്കാം. ശലബല ഹല 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 ഹലബല 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 ഹലബല. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി 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 കർത്താവേ, നന്ദി 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 നന്ദി. ശലബല ഹലബല 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 ഹലബല. ശക്തമായ ചെവിവേദനയുണ്ട് എനിക്ക്. ദൈവമേ, ഇത് സൗഖ്യപ്പെടുത്തണമേ. കാതിലുള്ള രണ്ടിലും വേദനയാണ്. കർത്താവേ, ഇത് സൗഖ്യപ്പെടുത്തണമേ. പക്ഷേ സൗഖ്യപ്പെടുന്നതിനെ കുറിച്ച് സന്ദേശമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കാണിച്ചു തരുന്നത് തലവേദന സൗഖ്യപ്പെടുത്തുന്നതായിട്ടാണ്. തലവേദന സൗഖ്യപ്പെടുത്തുന്നു. തലവേദന എന്ന് പറഞ്ഞാൽ ഈ നെറ്റിയുടെ അകത്തുള്ള വേദനയാണ്. കാതുകൾക്ക് സൗഖ്യം തരുന്നു. പ്രൈസ് ദ ലോർഡ്. കാതുകൾക്ക് സൗഖ്യം തരണേ. കാലിൻ്റെ മുടന്ത്, നടക്കാൻ പറ്റാതെ മുടന്തി നടക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. മുടന്തി നടത്തുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. മാമോദീസ എന്ന കുദാശ വകുപ്പൊന്ന്. CCC 1214 മാർജിനൽ പാരഗ്രാഫാണ് നമ്മളിപ്പോൾ എടുക്കേണ്ടത്. 1214 ഒന്നുകൂടി വായിക്കുകയാണ്. 1214 ഒന്നുകൂടി വായിച്ചിട്ട് മുന്നേറുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റെല്ലാം ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഓഫീസിൽ നിന്ന് മേരിയാണ് അതൊക്കെ ചെയ്യണത്. മേരിക്ക് പ്രത്യേകം നന്ദി. ഈ കൂദാശയെ അതിൻ്റെ നിർവഹണത്തിലെ പ്രധാന അനുഷ്ഠാനമനുസരിച്ച് ജ്ഞാനസ്നാനമെന്ന് വിളിക്കുന്നു. സ്നാനപ്പെടുത്തുക ഗ്രീക്ക് ഭാഷയിൽ ബാപ്റ്റൈസൻ എന്നതിനെ മുക്കുക അഥവാ താഴ്ത്തുക എന്നാണ് അർത്ഥം. വെള്ളത്തിലേക്കുള്ള, ഇനിയാണ് 628 സൈഡ് പാരഗ്രാഫ്. മുക്കൽ ക്രിസ്തുവിൻ്റെ മരണത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെ കബറടക്കമാണ് സൂചിപ്പിക്കുന്നത്. അവിടെ നിന്ന് ആ വ്യക്തി ക്രിസ്തുവിനോടൊപ്പം പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കും. 628 എഴുതണം, സൈഡ് പാരഗ്രാഫ്. അപ്പോൾ 628 ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. താങ്ക് യു മിനിയും. ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വായിക്കുകയാണ്. മാമോദീസായുടെ ആദിമവും പൂർണ്ണവുമായ രൂപം വെള്ളത്തിൽ മുക്കലാണ്.
അവിടെ ഒരു 537 പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കണം. 537 അതിന് 628 പോയാലേ പറ്റുള്ളൂ. പുതിയ ജീവിതത്തിനായി ക്രിസ്തുവിനോടൊപ്പം പാപത്തിന് മരിക്കുന്ന ഒരു അവിടെ എന്തോ വിട്ടുപോയിട്ടുണ്ട്. കബറിടത്തിലേക്ക് ഇറങ്ങുന്നതിനെ മാമോദീസ ഫലപ്രദമായ വിധത്തിൽ സൂചിപ്പിക്കുന്നു. മേരി അവിടെ ഒരു 1215 എന്നൊക്കെ എഴുതിയിട്ടുണ്ടത്. 628 പോണം. ഞാൻ ഈ പ്രാവശ്യം മലയാളം ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അതതിൻ്റെ സൈഡ് പാരഗ്രാഫാണ്. ഓക്കെ, മനസ്സിലായി, കുഴപ്പമില്ല. പാപത്തിന് മരിക്കുന്ന ഒരുവൻ കബറിടത്തിലേക്ക് ഇറങ്ങുന്നതിനെ മാമോദീസ. ഹലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, പാപത്തിന് മരിക്കുന്ന ഒരുവൻ കബറിടത്തിലേക്ക് ഇറങ്ങുന്നതിനെ മാമോദീസ ഫലപ്രദമായ വിധത്തിൽ സൂചിപ്പിക്കുന്നു. ഇവിടെ 628 എഴുതിയിട്ടുണ്ട്. മിനി എഴുതിയിരിക്കുന്നു, വായിക്കാം. അതുകൊണ്ട് മാമോദീസ വഴി നാം അവനോടുകൂടെ മരണത്തിലേക്ക് സംസ്കരിക്കപ്പെട്ടു. പിതാവിൻ്റെ മഹത്വത്താൽ മിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതുപോലെ നാമും ഒരു പുതിയ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണത്. സ്നേഹമുള്ളവരെ, ഇന്നും നമ്മുടെ പ്രശ്നം മാമോദീസായുടെ ആ ശുശ്രൂഷ തന്നെ വേണ്ട രീതിയിൽ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയോ ഈ ബോധ്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല ചെയ്യുന്നത്. നമ്മളൊരു പള്ളിയിൽ കപ്പ്യാർ പറയും, വേഗം ചെയ്യണം, അവിടെ കല്യാണത്തിന് ആൾക്കാർ വന്ന് നിൽക്കുകയാണ്, കല്യാണ ചെറുക്കനും പെണ്ണും വന്ന് നിൽക്കുകയാണ്, ക്യാമറമാരൊക്കെ വന്ന് നിൽക്കുകയാണ്, അതുകൊണ്ട് വേഗം അച്ചോ ഒന്ന് വേഗം ചെയ്യണേ. ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് 10 മിനിറ്റ് കൊണ്ട് മാമോദീസ കഴിക്കും നമ്മൾ. ഇവിടെയാണ് നമ്മുടെ വലിയ പരാജയം. ശരിക്കും ഒരു പരാജയമാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവിടെ പാർട്ടി നടത്താൻ പോകുന്നതിന് സമയമുണ്ട്, ബാക്കി ഫോട്ടോ എടുക്കുന്നതിന് സമയമുണ്ട്, ഈ പ്രധാന ശുശ്രൂഷ ചെയ്യുന്നതിന് സമയമില്ല. കപ്പ്യാരാണ് എല്ലാം നിശ്ചയിക്കുന്നത് അവിടെ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ല. അപ്പം ഇതെല്ലാം പഠിക്കുമ്പോഴെങ്കിലും ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡ് പാരഗ്രാഫിലേക്ക് പോകും. നമ്മൾ 1215 വരാം. 1215 സൈഡ് പാരഗ്രാഫ് 1257. താങ്ക് യു. 1215 സൈഡ് പാരഗ്രാഫ് 1215 വായിക്കാം. പുനർജനനത്തിൻ്റെ ക്ഷാളനവും പരിശുദ്ധാത്മാവിലുള്ള നവീകരണവും എന്നുകൂടി ഈ കൂദാശയെ വിളിക്കുന്നുണ്ട്. കാരണം അത് ജലത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള ജനനത്തെ സൂചിപ്പിക്കുകയും
യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ ആ ജനനമില്ലാതെ ആർക്കും ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയുകയില്ല. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ ചുമ്മാ അങ്ങനെ വായിച്ച് പോയാൽ പോരാ. ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ ഒരു തരംഗമാണ്. ഒരു വർഷം കൊണ്ട് കാറ്റക്കിസം വായിക്കുക, ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കുക. വലിയ കാര്യമായി. ഇപ്പം ഇവിടെ എഴുതിയേക്കുന്ന കാര്യമൊന്ന് വായിച്ചു നോക്കി. പുനർജനനത്തിൻ്റെ ക്ഷാളനവും പരിശുദ്ധാത്മാവിലുള്ള നവീകരണവും എന്നുകൂടി കൂദാശ വിളിക്കാറുണ്ട്. ഇനി അടുത്തതാണ്. കാരണം അത് ജലത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള ജനനത്തെ സൂചിപ്പിക്കുകയും, കേട്ടോ എല്ലാവരും, ഇതാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ, കാറ്റക്കിസം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ വാക്കിൻ്റെയും ആന്തരിക അർത്ഥത്തിലേക്ക് അതിനെ പോണം. അവിടെ എഴുതിയിരിക്കുകയാണ്, അത് ജലത്താലും പരിശുദ്ധാത്മാവിലുമുള്ള ജനനത്തെ സൂചിപ്പിക്കുകയും യഥാർത്ഥമാക്കുകയും ചെയ്യുന്നു. നമ്മൾ എക്കണോമി ഓഫ് സാൽവേഷൻ പഠിച്ചപ്പോൾ ഇങ്ങനൊരു കാര്യം പഠിച്ചു. വെളിവാക്കപ്പെടുകയും സന്നിഹിതമാക്കപ്പെടുകയും പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ? എന്താണ് കൂദാശകളിൽ സംഭവിക്കുന്നത്? അതായത് യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും, ആ മരണവും പുനരുത്ഥാനത്തിൽ നമ്മൾ ഒന്നാകുന്നു. യേശുവിൻ്റെ മരണത്തിൽ നമ്മൾ ഒന്നാകുന്നു, നമ്മൾ മരിക്കുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തോട് നമ്മൾ ഒന്നാകുന്നു, അങ്ങനെ നമ്മൾ പുനർജനിക്കുന്നു. അത് എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അതാണ് ജ്ഞാനം വേണം അത് മനസ്സിലാക്കാൻ. അപ്പോൾ ജ്ഞാനത്തിലൂടെ ഈശോ നൽകിയിരിക്കുന്ന ഈ പ്രധാന കൂദാശയിലൂടെ, അതാണ് ഈശോ അവസാനം പറഞ്ഞത്, നിങ്ങൾ പോയി എല്ലാവരെയും ജ്ഞാനപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ പീഡാസഹനം മരണത്തിൽ മുക്കുവിൻ, എൻ്റെ പീഡാസഹനം മരണം ഉയർപ്പിൽ അവരെ മുക്കൂ, എൻ്റെ പീഡാസഹനവും മരണവുമായിട്ട് യഥാർത്ഥവൽക്കരിക്കുവിൻ. ഇത് നമ്മൾ എല്ലാ ദിവസവും നവീകരിക്കാം. നമ്മുടെ വിശ്വാസം വളരുന്നതനുസരിച്ച് നമ്മൾ നവീകരിക്കാം. എല്ലാ ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ ഉയർപ്പിൽ ഞായറാഴ്ചയിലും അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആ ഉയർപ്പിൻ്റെ സമയത്ത് നമ്മൾ നവീകരിക്കുന്നുണ്ട്. ഇതൊക്കെ നവീകരിച്ചാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? നമ്മൾ യേശുവിനോടൊപ്പം മരിച്ചു എന്നും യേശുക്രിസ്തു ഉയർത്തപ്പോൾ നമ്മൾ ഉയർത്തു എന്നും നമ്മളൊന്ന് വിശ്വസിച്ചേ. അതാണ് ഇവിടെ പറയുന്നത്. ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഉള്ള ജനനത്തെ സൂചിപ്പിക്കുകയും യഥാർത്ഥവൽക്കരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥവൽക്കരിക്കുന്നു. 1215 അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. The sacrament is also called the washing of regeneration and the renewal of the Holy Spirit, for it signifies and actually brings, 1076 CCC 1076 നമ്മൾ പഠിച്ചു. ദൈവം രക്ഷയെ മാമോദിസ എന്ന കൂദാശയോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ അവിടുന്ന് തൻ്റെ കൂദാശകളാൽ ബന്ധിതനല്ല. 1076 പറയാണ്, വെളിവാക്കുന്നു, സന്നിഹിതമാക്കുന്നു, പകർന്നു നൽകുന്നു. 1076 1076
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം ഇതാണ്, ദൈവം രക്ഷയെ മാമോദീസ എന്ന കൂദാശയോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതെവിടെ നമ്മളെ അത് എഴുതിയിരിക്കുന്നത്? ദൈവം രക്ഷയെ മാമോദീസ എന്ന കൂദാശയോട് ബന്ധിപ്പിച്ചിരിക്കുന്നു, എന്നാൽ അവിടുന്ന് തൻ്റെ കൂദാശകളാൽ ബന്ധിതനല്ല. അതായത് മാമോദീസ സ്വീകരിച്ചാലേ ഒരുവൻ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്നാനപ്പെടുത്തുവിൻ. എന്നാൽ അവിടുന്ന് തൻ്റെ കൂദാശകളാൽ ബന്ധിതനല്ല. അവിടുന്ന് സ്വയമായിട്ട് അതിന് മാറ്റം വരുത്താം. ഇപ്പോൾ ഒരാൾ മാമോദീസ സ്വീകരിച്ചിട്ടില്ല, മാമോദീസ സ്വീകരിക്കാനുള്ള സാധ്യതയില്ല, അവന് മാമോദീസ കൊടുക്കാനായിട്ട് അവിടുത്തെ കളക്ടറുടെ പെർമിഷൻ വേണമെന്നാണ് പറഞ്ഞത്. കളക്ടർ പറയുകയാണെങ്കിൽ ഞങ്ങൾ തരില്ല ആ പെർമിഷൻ. 1257 ലാസ്റ്റ് പാർട്ട്. താങ്ക് യു 1257 ലാസ്റ്റ് പാർട്ട്. വെരി ഗുഡ്. അതിൻ്റെ സൈഡ് പാരഗ്രാഫ്. ഓക്കെ, 1257 ലാസ്റ്റ് പാർട്ട്. അപ്പം മാമോദീസായിലൂടെയാണ് ഒരാൾ രക്ഷിക്കപ്പെടുക. എന്നാൽ അതേ സമയത്ത് വ്യത്യസ്തമായ മാമോദീസായുണ്ട്. അത് നമ്മൾ ഇനി പിന്നീട് പഠിക്കും. മാമോദീസായുടെ അത്യാവശ്യം ഓക്കെ ഇവിടെ ഉണ്ടത്. 1257 ഞാനൊന്ന് വായിക്കാം. മാമോദീസ രക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് കർത്താവ് തന്നെ ഊന്നിപ്പറയുന്നു. 1257 എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കാനും അവരെ ജ്ഞാനസ്നാനപ്പെടുത്താനും ശിഷ്യരോട് അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. സുവിശേഷ പ്രഘോഷണം ശ്രവിച്ചവരെയും ഈ കൂദാശ ആവശ്യപ്പെടാൻ സാധ്യതയുള്ളവരെയും സംബന്ധിച്ചിടത്തോളം രക്ഷയ്ക്ക് മാമോദീസ അത്യാവശ്യമാണ്. മാമോദീസ അല്ലാതെ ശാശ്വത സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പുവരുത്തുന്ന മറ്റൊരു ഉപാധിയെപ്പറ്റി സഭയ്ക്ക് അറിവില്ല. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിക്കാൻ സാധിക്കുന്നവരെല്ലാം ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കണം എന്ന് കർത്താവിൽ നിന്ന് സ്വീകരിച്ച ദൗത്യം അവഗണിക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിക്കുന്നത്. ദൈവം രക്ഷയെ മാമോദീസ എന്ന കൂദാശയോട് ബന്ധിപ്പിച്ചിരിക്കുന്നു, എന്നാൽ അവിടുന്ന് തൻ്റെ കൂദാശകളാൽ ബന്ധിതനല്ല. ഓക്കെ, മനസ്സിലായി. ഇവിടെ എനിക്കിത് മുഴുവനും വായിക്കാൻ പറ്റിയില്ല, ആദ്യം എഴുതിയേക്കണത്. അതിങ്ങനെ വിട്ടുവിട്ട് കിടക്കാണല്ലോ. താങ്ക് യു മിനി. അപ്പോൾ കാറ്റഗറിസിലെ മറ്റു ഭാഗങ്ങളുണ്ട്. ആഗ്രഹത്താലുള്ള മാമോദീസ. ഇപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്തിരുന്നപ്പോൾ, ഉദാഹരണത്തിന് വാരണാസിയിൽ നലക്കര ജേക്കബൊക്കെ ഇതിനകത്തുണ്ടാവും. അവരൊക്കെ വാരണാസിയിൽ IMS ധ്യാനകേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. 10,000-ത്തിലധികം പേരവിടെ ഓരോ ഞായറാഴ്ചയിലും സെക്കൻഡ് സാറ്റർഡേ ഒക്കെ വരുന്നുണ്ട്. എന്നാൽ അവരാരും മാമോദീസ സ്വീകരിച്ചവരല്ല. അതാണ്. എന്നാൽ അവരുടെ ഭക്തിയും അവരുടെ പ്രാർത്ഥനയും കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. എന്നാൽ എന്തുകൊണ്ട് അവർ മാമോദീസ സ്വീകരിക്കുന്നില്ല? അവിടെ ഭയങ്കര പ്രശ്നമാണ്. അവിടെ കളക്ടറുടെ പെർമിഷൻ ഇല്ലാണ്ട് ആർക്കും മാമോദീസ കൊടുക്കാൻ പറ്റില്ല. കളക്ടർ ആർക്കും പെർമിഷൻ കൊടുക്കുകയില്ല. കാരണം അതുപോലെ ഒപ്പോസിഷൻ അവസ്ഥയാണ്. അപ്പോൾ അവിടെ സഭ പഠിപ്പിക്കുന്നത് ആ വ്യക്തിക്ക് സാഹചര്യം അനുകൂലമായിരുന്നെങ്കിൽ അവൻ മാമോദീസ സ്വീകരിച്ചേനെ. പക്ഷെ അവൻ്റെ സാഹചര്യം ആ മാമോദീസ സ്വീകരിക്കാൻ അവനെ അനുവദിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളവരും രക്ഷിക്കപ്പെടും. അതാണ്
ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. എന്നാൽ അവിടുന്ന് തൻ്റെ കൂദാശകളാൽ ബന്ധിതനല്ല. കൂദാശ അവിടുന്ന് ഉണ്ടാക്കി. ആ കൂദാശ അവിടത്തേക്ക് വേണ്ട മാതിരി കൊടുക്കാം. ചിലവർക്ക് ആ കൂദാശ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അതുകൊണ്ടാണ് എമർജൻസിയുള്ള മാമോദീസ സ്വീകരിക്കാത്തവർക്ക് പോലും മറ്റൊരാളെ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ മാമോദീസ മുക്കാനുള്ള അനുവാദമെല്ലാം ഉണ്ട്. അപ്പം മാമോദീസ രക്ഷയിലേക്ക് നയിക്കുന്ന വലിയ ഒരു രഹസ്യമാണെന്നുള്ളത് മനസ്സിലാക്കണം. ഒരുപാട് പേര് ഈ ഇടയ്ക്ക് യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മാമോദീസ മുങ്ങില്ല. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പേര് മാമോദീസ മുങ്ങി. മാമോദീസ മുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ അനുഗ്രഹവും രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോകാം. 1216 ഈ സ്ഥാനത്തെ ജ്ഞാനാദീപനമെന്ന് വിളിക്കുന്നു. എന്തെന്നാൽ മതപ്രബോധനപരമായ ഈ ഉപദേശം സ്വീകരിക്കുന്നവർ അവരുടെ ബോധത്തിൽ പ്രകാശിതരാകുന്നു. മാമോദീസായിൽ ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശമായ വചനത്തെ സ്വീകരിച്ചിട്ട് മാമോദീസ സ്വീകരിച്ച വ്യക്തി പ്രകാശിപ്പിക്കപ്പെടുന്നു. അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായിത്തീരുന്നു. പ്രൈസ് ദ ലോർഡ്. എന്തൊരു വലിയ കാര്യമാണ്. 1216 ഈ സ്നാനത്തെ ജ്ഞാനാദീപനം എന്ന് വിളിക്കുന്നു. ജ്ഞാനോദീപനം. The bath is called enlightenment. Enlightenment എന്നാണ് എൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത്. ജ്ഞാനോദീപനം, enlightenment. പ്രിൻസി ഈസ് റെഡി. പ്രിൻസി പ്രവചനമായിട്ട് എത്തിയിരിക്കുന്നു. വേഗം എഴുതിക്കോ പ്രിൻസി. പ്രവചനം വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തേണ്ടി വരും, കാരണം സമയാധിയായി. മാമോദീസായെ ജ്ഞാനോദീപനം എന്ന് വിളിക്കുന്നു. എന്തെന്നാൽ മതപ്രബോധനപരമായി ഈ ഉപദേശം സ്വീകരിക്കുന്നവർ അവരുടെ ബോധത്തിൽ പ്രകാശിതരാകുന്നു. അവരുടെ ബോധത്തിൽ. അപ്പോൾ ഈ ബോധത്തിൽ പ്രകാശിതരാകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മനസാക്ഷിയിൽ ഉത്ഭവഭാവം മൂലം കിടക്കുന്ന മലിനത പൂർണ്ണമായി, അല്ലെങ്കിൽ അതിൻ്റെ മാരകമായ അവസ്ഥയിൽ നിന്നും മാറ്റുന്നു. ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശം അത് ഈശോയുടെ വചനം തന്നെയാണ്. ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9-10 പറയുന്നുണ്ടത്. ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശമായ വചനത്തെ സ്വീകരിച്ചിട്ട് മാമോദീസ സ്വീകരിച്ച വ്യക്തി പ്രകാശിപ്പിക്കപ്പെടുന്നു. അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു പ്രിൻസി. താങ്ക് യു മിനി. താങ്ക് യു മരിയ. മാമോദീസ
ദൈവത്തിൻ്റെ ദാനങ്ങളിൽ ഏറ്റവും മനോഹരവും മഹത്തരവുമാണ്. നാം അതിനെ ദാനം, കൃപാവരം, അഭിഷേകം, ജ്ഞാനോദ്ദീപനം, അമർത്തതയുടെ വസ്ത്രം, പുനരുജ്ജനത്തിൻ്റെ സ്നാനം, മുദ്ര എന്നിങ്ങനെ ഏറ്റവും വിലപ്പെട്ട നാമം കൊണ്ട് വിളിക്കുന്നു. ദാനം എന്ന് വിളിക്കുന്നു. ദാനം എന്ന് വിളിക്കപ്പെടുന്നു. കാരണം സ്വന്തമായി ഒന്നും കൊണ്ടുവരാത്തവർക്കാണ് അത് നൽകപ്പെടുന്നത്. കൃപാവരം, കാരണം അത് തെറ്റ് ചെയ്തവർക്ക് പോലും നൽകപ്പെടുന്നു. മാമോദീസ, കാരണം പാപം ജലത്തിൽ സംസ്കരിക്കപ്പെടുന്നു. അഭിഷേകം, കാരണം പുരോഹിതനും രാജാവും അവരാണ് അഭിഷിക്തരായിരിക്കുന്നത്. ജ്ഞാനോദ്ദീപനം, കാരണം ശോഭയും പ്രകാശവും വസ്ത്രം, കാരണം നമ്മുടെ ലജ്ജയെ മറയ്ക്കുന്നു. സ്നാനം, കാരണം അത് കറയ്ക്കുന്ന മുദ്ര, കാരണം അത് നമ്മുടെ സംരക്ഷകയും കർത്തൃത്വത്തിൻ്റെ അടയാളവുമാണ്. ഇനി ഇതിൻ്റെ സൈഡ് പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ചത് വിശുദ്ധ ഗ്രിഗറി ഓഫ് നൈസയിലെ ഒരു പ്രബോധനമാണ്. അതിൻ്റെ സൈഡ് പാരഗ്രാഫിലുള്ളത് 1243 1243 പറയുന്നത് നമ്മൾ വായിക്കാൻ പോവുകയാണ്. അതോടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മാമോദീസ മുങ്ങിയ വ്യക്തി ക്രിസ്തുവിനെ ധരിച്ചു എന്നും ക്രിസ്തുവിനോടുകൂടെ ഉത്ഥാനം ചെയ്തുവെന്നും വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ഉത്ഥാനം ചെയ്തുവെന്നും വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നു. ഈസ്റ്റർ തിരിയിൽ നിന്നും കൊളുത്തിയ മെഴുകുതിരി വിശ്വാസത്തിലെ നവജാതനെ ക്രിസ്തു പ്രബുദ്ധരാക്കിയെന്ന് സൂചിപ്പിക്കുന്നു. മാമോദീസ മുങ്ങിയവർ ക്രിസ്തുവിൽ ലോകത്തിൻ്റെ പ്രകാശമാണ്. പുതിയതായി മാമോദീസ മുങ്ങിയ വ്യക്തി ഇപ്പോൾ ഏകജാതനിൽ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവമക്കളുടെ പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലാൻ അവൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവമേ, ഇത്ര നീണ്ട പ്രവചനോ! വരുവിൻ, നമുക്ക് ഇനി പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. താങ്ക് യു പ്രിൻസി. ഹലബല 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 30. നമ്മൾ ഈ പ്രവചനത്തെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. കേൾക്കുമ്പോൾ ഭയഭക്തിയോടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു എന്ന ബോധ്യത്തിൽ, ഭയഭക്തിയോടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു എന്ന ബോധ്യത്തിൽ ഉൾക്കൊള്ളുക. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, ഞാനാകുന്നു നിങ്ങളെ നയിക്കുന്നവൻ, ഞാനാകുന്നു നിങ്ങളുടെ മുൻപേ പോകുന്നവൻ, ഞാനാവുന്നു നിങ്ങളിൽ ജ്ഞാനം പകരുന്നവൻ, ഞാനാവുന്നു നിങ്ങളിൽ ജീവൻ പകരുന്നവൻ. എൻ്റെ നയിക്കലിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഞാൻ നിങ്ങളെ നയിക്കും, ഞാൻ നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ അതിശക്തമായ അഭിഷേകത്താൽ ഞാൻ നിങ്ങളെ നയിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളെ നയിക്കുന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവജനം, ദൈവമക്കൾ. ആത്മാവിനാൽ നയിക്കപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങളെ ജ്വലിപ്പിക്കുന്നു. ദൈവജനം, ദൈവമക്കൾ
ആത്മാവിനാൽ നയിപ്പിക്കപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങളെ ജ്വലിപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനാലും എൻ്റെ ജ്ഞാനത്താലും ഞാൻ നിങ്ങളെ നയിക്കും. എൻ്റെ ആത്മാവിനാലും എൻ്റെ ജ്ഞാനത്താലും ഞാൻ നിങ്ങളെ നയിക്കും. അതോടൊപ്പം എൻ്റെ പ്രവചനത്താൽ ഞാൻ നിങ്ങളെ നയിക്കും. ഞാൻ നല്ല ഇടയനാകുന്നു. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കും എന്നതിൻ്റെ അർത്ഥം എൻ്റെ ആടുകൾ പ്രവചനം ശ്രദ്ധിക്കുന്നു, പ്രവചനമനുസരിച്ച് മുന്നേറുന്നു. ഞാൻ എൻ്റെ പരസ്യ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും പ്രവചനം പൂർത്തിയാക്കുകയായിരുന്നു. പഴയ നിയമത്തിലെ ഓരോ പ്രവചനങ്ങളെയും ഞാൻ പൂർത്തിയാക്കിയില്ലേ? എന്നെപ്പറ്റി സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും മോശയുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നതെല്ലാം ഞാൻ പൂർത്തിയാക്കിയില്ലേ? അതാണ് ക്രിസ്തീയ ജീവിതം. പ്രവചനങ്ങൾ പൂർത്തിയാക്കി മുന്നേറുക. എന്നെക്കുറിച്ച പ്രവചനം നിങ്ങൾക്ക് കുറിച്ചുള്ള പ്രവചനം തന്നെയാണ്. യെശയ്യാ പ്രവചിച്ചു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാനും ബന്ധിതർക്ക് മോചനം നൽകാനും എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന യെശയ്യാ പ്രവചനം എന്നെക്കുറിച്ചല്ലേ? അത് ഞാൻ പൂർത്തിയാക്കിയില്ലേ? എന്നാൽ അത് ഞാൻ പൂർത്തിയാക്കുമ്പോൾ എൻ്റെ മേലുള്ള ആത്മാവെന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ ആകുന്നു. ഞാൻ പൂർത്തിയാക്കിയ പ്രവചനങ്ങൾ നിങ്ങളിലും അതുകൊണ്ട് പ്രവചിക്കുവിൻ. ഓരോ ദിവസവും പ്രവചിക്കുവിൻ. ഓരോ ദിവസവും സഭയിൽ എന്ത് ചെയ്യണമെന്നതിന് ഞാൻ എൻ്റെ പ്രവാചകരിലൂടെ നയിക്കും. എൻ്റെ പ്രവാചകരിലൂടെ ഞാൻ നയിക്കുന്നത് പോലെ സംഭവിക്കും. അതിനാൽ വളരെ ശക്തമായ അഭിഷേകത്തിനായി ഞാൻ നിങ്ങളെ ഒരുക്കുന്നു. പ്രവചനത്തിലൂടെ വലിയ കാര്യങ്ങൾ ഞാൻ നടത്തും. എൻ്റെ ജനമേ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. ഞാനാണ് സഭയെ പടുത്തുയർത്തുന്നത്. ഈ പാറയിൽ ഞാൻ എൻ്റെ പള്ളി പണിയും എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ആ പാറ. ഞാൻ തന്നെയാണത് പണിയുന്നത്. എൻ്റെ അഭിഷേകം നൽകിക്കൊണ്ട്, എൻ്റെ ജ്ഞാനം നൽകിക്കൊണ്ട്, എൻ്റെ പ്രവചനം നൽകിക്കൊണ്ട്, എൻ്റെ ചിന്തകൾ നൽകിക്കൊണ്ട്, എൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞാൻ പണിതുയർത്തും. നിങ്ങളിലൂടെ ഞാൻ പണിതുയർത്തും. എൻ്റെ അത്ഭുത ശക്തിയുടെ പ്രവാഹം ഇന്ന് ഞാനിതാ നിങ്ങളിൽ തുടിപ്പിക്കുന്നു. എൻ്റെ അത്ഭുത ശക്തി നിങ്ങളിലേക്ക് ഒഴുക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ ത്രിവിധ അഭിഷേകം ഒഴുക്കുന്നു. എൻ്റെ ത്രിവിധ അഭിഷേകത്തിലൂടെയാണ് ഞാൻ പള്ളി പണിയുന്നത്. എൻ്റെ ത്രിവിധ അഭിഷേകം നിങ്ങൾ ഓരോരുത്തരിലും ഞാൻ ഒഴുക്കുന്നു. വെള്ളച്ചാട്ടത്തിനെ തടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? എൻ്റെ അഭിഷേകം വെള്ളച്ചാട്ടം പോലെ ഞാനിതാ തുറന്നിരിക്കുന്നു. ശലബല ഹലബല ഹലബല ഹലബല. ശുശ്രൂഷ മേഖലകളിൽ നിങ്ങൾക്കെതിരെ വരുന്ന സകലത്തെയും ഞാനിതാ വിശുദ്ധീകരിക്കുകയും സകല ശുശ്രൂഷകരെയും ഞാൻ വിശുദ്ധീകരിക്കും. ദൈവജ്ഞാനത്തിൻ്റെ ദൈവപദ്ധതികളും ദൈവജ്ഞാനത്തിനും ദൈവപദ്ധതികളും മനസ്സിലാകാതെ സ്വന്തം ഇഷ്ടം നോക്കുന്ന ശുശ്രൂഷകരെ ഞാൻ മാനസാന്തരപ്പെടുത്തും. ഞാൻ അവരെ മാനസാന്തരപ്പെടുത്തും. ഞാൻ അവരെ രൂപാന്തരീകരിക്കും. ശലഹലബല. അവരെല്ലാവരും നിനക്ക് അനുകൂലമാകും. പിന്നീട് ശലഹലഹലഹലഹലഹലഹല. നിങ്ങളിലൂടെ ഞാനിതാ വലിയ ശുശ്രൂഷകൾ തുറക്കുന്നു. ഞാൻ അവരെ മാനസാന്തരപ്പെടുത്തും. ഞാൻ അവരെ രൂപാന്തരീകരിക്കും. അവരെല്ലാം നിനക്ക് അനുകൂലമാകും. പ്രൈസ് ദ ലോർഡ്. നിങ്ങളിലൂടെ ഞാനിതാ വലിയ ശുശ്രൂഷകൾ തുറക്കുന്നു. നിങ്ങളിലൂടെ വലിയ ശുശ്രൂഷ ലോകം മുഴുവനിലേക്കും തുറക്കുന്നു. എല്ലാവരിലും തുറക്കുന്നു. എല്ലാവരിലും എൻ്റെ വരദാനങ്ങൾ പ്രവർത്തിക്കുന്ന ശുശ്രൂഷ. എല്ലാ വരദാനങ്ങളുടെ അഗ്രാഹ്യമായ പ്രവർത്തനത്തെ എല്ലാവരും മനസ്സിലാക്കണം. എൻ്റെ വരദാനങ്ങളുടെ അഗ്രാഹ്യമായ പ്രവർത്തനത്തെ എല്ലാവരും മനസ്സിലാക്കണം. സൈക്കോളജിയും
ഫിലോസഫിയും ഇതിലൂടെ ഫിലോസഫി എന്നതിലൂടെ മാത്രമല്ല ഞാൻ പണിതുയർത്തുന്നത്. എൻ്റെ ഉയർത്തെഴുന്നേറ്റ ആത്മാവിൻ്റെ ശക്തിയിലൂടെയാണ് പണിതുയർത്തുന്നത്. ഞാനാണ് ഉത്ഥാനം, ഞാനാകുന്നു പുനരുത്ഥാനം, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാനാകുന്ന വഴിയും സത്യവും ജീവനും എല്ലാവരിലേക്കും കടന്നു ചെന്ന് അവരെ എൻ്റെ വഴിയാക്കി മാറ്റും. ഞാനാകുന്നു വഴിയും സത്യവും പുനരുത്ഥാനം. ഹൽബല 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 ഹൽബല. കർത്താവേ, ഈ പ്രവചനം ഇന്ന് തന്നെ ഞങ്ങൾ സംഭവിക്കട്ടെ. ഈ പ്രവചനത്തിനായിട്ട് ഞങ്ങൾ ഇതാ അങ്ങേ ആരാധിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മളിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഉടനെ തന്നെ കറ്റനാവറിയായിലേക്ക് പോകുന്നു. താങ്ക് യു പ്രിൻസി, താങ്ക് യു മിനി, മറ്റെല്ലാവർക്കും നന്ദി. കറ്റനാവറിയായിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ഞാനൊന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ലൈവ് ഇപ്പോൾ നിർത്താൻ പോവുകയാണ്.